ടൈം ആൻഡ് വർക്കിലെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണിത്. അപ്പോൾ ഈ ക്വസ്റ്റിൽ പറഞ്ഞേക്കുന്നത് A+B ടുഗദർ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 18 days. എയും ബിയും ഒരു വർക്ക് ചെയ്യാൻ 18 ദിവസം എടുക്കുന്നു. അടുത്തത് ബിയും സിയും അതേ വർക്ക് ചെയ്യാൻ വേണ്ടി 24 ദിവസം എടുക്കും. എയും സിയും അതേ വർക്ക് ചെയ്യാൻ 27 ദിവസം എടുക്കും. എന്നിട്ട് പറഞ്ഞേക്കുന്നത് എത്ര ദിവസത്തിലാണ് എ ബി സി 3 പേരും ഒരുമിച്ച് ആ വർക്ക് തീർക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് LCM മെത്തേഡിലാണ്. ടൈം ആൻഡ് വർക്കിൽ രണ്ട് മെത്തേഡ്സ്, ഇക്വേഷൻ മെത്തേഡും LCM മെത്തേഡും ഉണ്ട്. അതിൽ LCM മെത്തേഡാണ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിട്ടുള്ള മെത്തേഡ്. നമുക്ക് ചെയ്ത് നോക്കാം. LCM മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ പറഞ്ഞ 3 പേരുടെ ഇവിടെ ഇപ്പം A+B പറഞ്ഞേക്കുന്നത് 18 ദിവസമാണ്. B+C ആ വർക്ക് തീർക്കുന്നത് 24 ദിവസം കൊണ്ടാണ്. A+C ആ വർക്ക് തീർക്കുന്നത് 27 ദിവസം കൊണ്ടാണ്. നമ്മൾ LCM മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 3 ഡേയ്സിന്റെയും അല്ലെങ്കിൽ എത്ര ഡേയ്സ് കയ്യിലുണ്ടോ അതിന്റെയൊക്കെ LCMനെ നമ്മൾ ടോട്ടൽ വർക്ക് ആയിട്ട് എടുക്കും. അതായത് ആ വർക്ക് തീർക്കാൻ ഓരോ ആൾക്കാർ എടുക്കുന്ന ദിവസത്തിന്റെ LCMനെ നമ്മൾ ടോട്ടൽ വർക്ക് എടുക്കും. ഇപ്പൊ ഇവിടെ LCM വരുന്നത് ഇപ്പൊ 18, ഇപ്പൊ 6 into 3 ആണ്, 6 into 4 ആണ്. അപ്പൊ 6 into 3 into 4 എന്തായാലും ഉണ്ടാവും. 6 into 3 into 4 എന്ന് പറയുമ്പോൾ 6 into 2, 6 into 3 into 4 ഇവിടെ എന്തായാലും ഉണ്ടാവും. പിന്നെ 27 ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ 3 into 3 into 3 ആണ്. 3 into 3 വന്നിട്ടുണ്ട്. അപ്പൊ ഒരു 3 കൂടി ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടെ ടോട്ടൽ വർക്ക് വരുന്നത്. വാല്യൂ കണ്ടുപിടിക്കാം. ഇപ്പൊ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇപ്പോൾ 6 into 3 18, 18 into 4 72, 72 into 3 216 വരും. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടി. അതായത് ഇവിടുത്തെ ടോട്ടൽ വർക്ക് 216 ആണ്. ഇതാണെങ്കിൽ A+B എഫിഷ്യൻസി, A+B 18 ദിവസം എടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം ചെയ്യുന്നത്, അതായത് എഫിഷ്യൻസി വരാൻ പോകുന്നത് 216/18 അല്ലെങ്കിൽ 6 into 3 into 4 into 3/18 ആണ്. ഇപ്പോൾ 6 into 3 ആണ് 18, ബാക്കി 4 into 3 12 ഉണ്ട്. ഇനി B+C എഫിഷ്യൻസി എന്ന് പറയുന്നത് 216/24 അല്ലെങ്കിൽ 6 into 3 into 4 into 3/24. 6 into 4 ക്യാൻസൽ ആവും, ബാക്കി 9 ഉണ്ട്. ഇവിടെ ഇപ്പോൾ 6 into 3 into 4 into 3 divided by 27 എന്ന് പറയുമ്പോൾ 3 into 3 into 3 ക്യാൻസൽ ആവും, ബാക്കി 2 into 4 8 വരും. വരും ഇവിടുത്തെ എഫിഷ്യൻസി. നമുക്ക് കിട്ടിയിരിക്കുന്നത് A+B എഫിഷ്യൻസി 12 ആണ്, B+C എഫിഷ്യൻസി 9 ആണ്, A+C എഫിഷ്യൻസി 8 ആണ്. നമുക്ക് വേണ്ടത് ABC എടുക്കുന്ന ഡേയ്സ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ABC എഫിഷ്യൻസി ആണ്. നമ്മൾ ഇത് 3 ആഡ് ചെയ്യുകയാണെങ്കിൽ 29 കിട്ടും. 29 എന്ന് പറയുന്നത് A+B എഫിഷ്യൻസി പ്ലസ് B+C എഫിഷ്യൻസി പ്ലസ് A+C എഫിഷ്യൻസി, അതായത് 2 times A+B+C ആണ് 29. അപ്പൊ നമുക്ക് വേണ്ട A+B+C എഫിഷ്യൻസി എന്ന് പറയുന്നത് 29/2 ആണ്. ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടിയിരിക്കുന്നത് 216 ആണ്. ABC എഫിഷ്യൻസി വന്നേക്കുന്നത് 29/2 ആണ്. അങ്ങനെയാണെങ്കിൽ ABC എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 29/2 ആണെങ്കിൽ എടുക്കുന്ന ദിവസം 216/29/2 ആണ്, അല്ലെങ്കിൽ 432/29 ആണ് ഇവിടുത്തെ ഡേയ്സ് വരാൻ പോകുന്നത്. ഇനി ഇത് ഡിവൈഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുക്കാം. ഓപ്ഷനിൽ നിന്ന് എടുക്കുകയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. 29 വരുന്നത് ഇപ്പോൾ 29 ആണ് ഡിനോമിനേറ്ററിൽ, അതുകൊണ്ട് B ഓപ്ഷൻ വരില്ല, D ഓപ്ഷൻ വരില്ല. ഇനി AC-യുടെ ന്യൂമറേറ്ററിൽ ലാസ്റ്റ് ഡേറ്റ് ചെക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ 432 2ആണ് ലാസ്റ്റ് വേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 9 into 4 6 + 6 2 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. A വന്നേക്കാം. ഇപ്പൊ C നോക്കുകയാണെങ്കിൽ സിയുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 9 into 7 63, 3 + 3 6 ആണ് വരുന്നത്. അതുകൊണ്ട് ഇത് വരില്ല. ഓപ്ഷൻ E ആണ് ആൻസർ. അപ്പോൾ ചെയ്ത മെത്തേഡ് ഒന്നുകൂടി പറയാം. നമുക്ക് A+Bയുടെ ഡേയ്സ് ഉണ്ട്, B+Cയുടെ ഡേയ്സ് ഉണ്ട്, A+Cയുടെ ഡേയ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് എഫിഷ്യൻസി വേണം. എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡേയ്സിന്റെ LCMനെ ടോട്ടൽ വർക്ക് ആയിട്ട് എടുത്തു. അത് കാരണം നമുക്ക് ടോട്ടൽ വർക്ക് ബൈ ഡേയ്സ് ആണ് എഫിഷ്യൻസി. 216 ആണ് ടോട്ടൽ വർക്ക്. 18 ദിവസം കൊണ്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് 216/18. ഇവിടെ 216/24, ഇവിടെ 216/27 കിട്ടും. നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന്റെ LCMനെ ടോട്ടൽ വർക്ക് എടുത്തേക്കുന്നത്. അല്ലാതെ ടോട്ടൽ വർക്ക് നമുക്ക് എത്രയാണെന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ട് അറിയില്ല. സോ അങ്ങനെ നമ്മൾ ടോട്ടൽ വർക്ക് എടുത്തു, അതിന്റെ എഫിഷ്യൻസി കണ്ടുപിടിച്ചു 12/8. ടോട്ടൽ വർക്ക് 216 ആണെങ്കിൽ ഇവരുടെ എഫിഷ്യൻസി 12/8 ആണെന്ന് കിട്ടി. ഇപ്പൊ സം 2 times A+B+C എന്നുള്ള 29 കിട്ടി. A+B+Cയുടെ എഫിഷ്യൻസി 29/2 ഇത് കിട്ടി. എടുക്കുന്ന ഡേയ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു 216 ആണ് ടോട്ടൽ വർക്ക് എടുത്തേക്കുന്നത്. അപ്പൊ 216 ടോട്ടൽ വർക്ക് ബൈ ഒരു ദിവസം 29/2 വർക്ക് ചെയ്യുന്നു. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് 216/29/2 432/29. പിന്നെ നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് ഏതൊരു ഇത് ഡിവൈഡ് ചെയ്യാം, നമുക്ക് ഡിവൈഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഓപ്ഷനിൽ നമ്മൾ പറഞ്ഞ പോലെ ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്റർ ചെക്ക് ചെയ്തിട്ട് 2 ഓപ്ഷനിലേക്ക് മാറി Aയും Cയും മാത്രമാണെന്ന് കിട്ടി. അതിൽ നിന്ന് ന്യൂമറേറ്ററിന്റെ വാല്യൂ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ A ആണെന്ന് ആൻസർ കിട്ടും.